ടു സ്കൂൾ സീരീസിലെ രണ്ടാമത്തെ പാർട്ടാണിത്. അപ്പോൾ ആദ്യം നമ്മളുണ്ടാക്കുന്ന DIY ആയിട്ടുള്ളൊരു ഒരു ഒരു DIY ഫയൽ ഫോൾഡർ. അതിനുവേണ്ടി നമ്മുടെ തുണിയൊക്കെ കിട്ടുന്ന ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കാം, നിങ്ങളില്ലെങ്കിൽ OHP ഷീറ്റ് എടുക്കാം. അതിനുശേഷം ഒരു പേപ്പറും എടുക്കുക. പിന്നെ നമ്മുടെ സൈസിനനുസരിച്ചുള്ള ഫയൽ ഫോൾഡറിന് ആവശ്യമുള്ളത് നമ്മൾ മടക്കം എടുക്കുകയൊക്കെ വെച്ച് ഒട്ടിച്ചത്. ഫയൽ ഫോൾഡർ ഓൾറെഡി തുറന്നിരിക്കില്ല. ഇപ്പോൾ കട്ടിക്ക് വേണ്ടി ഞാൻ 2 ഡബിളായിട്ട് വെച്ചാണ് ഒട്ടിക്കുന്നത് കേട്ടോ. അതായത് ഫുൾ ഫയൽ ഫോൾഡറിന് വേണ്ടി നമ്മൾ ആ ഫുള്ളായിട്ടുള്ള നമ്മുടെ തുണിയുടെ കവറില്ലേ, പ്ലാസ്റ്റിക് കവർ, അതാണ് ഉപയോഗിക്കുന്നത്. അതിന് മുകളിൽ ഒരു പേപ്പർ വെച്ച് നമ്മൾ 3 സൈഡ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇച്ചിരി മടക്കി ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഫയൽ ഇടുമ്പോഴത്തേന് അകത്ത് ഒട്ടാതിരിക്കും. ഇച്ചിരി മടക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക, 3 സൈഡ് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റ് വെച്ച് ഉണ്ടാക്കാം. ഞാനിപ്പോൾ പേപ്പർ വെച്ച് കാണിക്കുന്നത് നിങ്ങൾ കണ്ടോട്ടെന്ന് വെച്ചാൽ. ഇതിന് പകരം 2 OHP ഷീറ്റ് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ 3 സൈഡിൽ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൂ ഒട്ടിക്കുക. അതായത് ഈ പ്ലാസ്റ്റിക് ഒട്ടണം കേട്ടോ. അപ്പോൾ ഒട്ടിക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇതിന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. സമയമില്ലാത്ത സമയത്ത് ഞാൻ ഇന്ന് ലൈവിന് പോകാൻ പറ്റിയില്ല, കാരണം അത്യാവശ്യമായിട്ട് കൊച്ചിന് പനി പോലെ വന്നു, അതുകൊണ്ട് വരാൻ പറ്റാഞ്ഞേ. അപ്പോൾ അതിന് പകരം നാളെ വരുന്നതാണ്. നാളെ നമുക്ക് ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്യണം 3 മണിക്കപ്പോൾ. അപ്പം എൻ്റെ കയ്യിൽ ഇച്ചിരി ഇവിടുത്തെ ഡ്രൈനെസ് കാരണം വളരെ ഡ്രൈ ആയിട്ടിരിക്കും. നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പം അതിന് വേണ്ടി നമ്മൾ പിന്നെ ഒട്ടിച്ചതിന് ശേഷം നമ്മളൊരു ഈ കോർണറിനകത്തൊരു ഡിസൈനൊന്നും ഇല്ല. അതിനുവേണ്ടി ഞാൻ ചുമ്മാ ഒരു പേപ്പർ ഒട്ടിക്കുക ചെയ്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇതുണ്ട്, നമ്മുടെ വാഷി ടേപ്പ് ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കുന്ന അതില്ല. ഒരു വാഷി ടേപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പേപ്പർ കണ്ടിച്ചൊട്ടിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ ഫയൽ ഫോൾഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് പ്ലെയിൻ ആയിട്ടായതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് ചുമ്മാ ഒരു വെള്ള റോസപ്പൂക്കെ വരച്ച് വെക്കുകയാണ് കേട്ടോ. വെള്ളയെ റോസപ്പൂ വരയ്ക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രിഡ് ഡിസൈൻ വരയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാം കേട്ടോ, അല്ലെങ്കിൽ സ്റ്റിക്കർ മാത്രം. അപ്പം ഞാൻ കുറച്ച് വെള്ള റോസപ്പൂക്കളെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1-2 സ്റ്റിക്കർ, ക്യൂട്ടായിട്ടിരിക്കുന്നുള്ള ഒരു ക്യൂട്ടായിട്ട് 2 സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റിക്കർ എൻ്റെ കയ്യിലാണെങ്കിൽ ഒത്തിരി ഒന്നും ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് ഈ ക്രാഫ്റ്റ് ഉള്ളത് ചെയ്ത്. അപ്പം ക്ഷമിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനും സ്റ്റിക്കർ ഒട്ടിക്കുക. അപ്പോൾ എൻ്റെ ഉള്ളത് 2-3 കുറച്ചെണ്ണം വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പം മന്ത്ലി ഗിവ് അവേ ഓൺ ഗോയിങ് ആണ്, മറക്കണ്ട. ഞാൻ പിന്നെ ബാക്ക് ടു സ്കൂൾ, നിങ്ങൾ പറഞ്ഞില്ല ബാക്ക് ടു സ്കൂൾ ചേച്ചി ഗിവ് അവേ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നോക്കാം, ചിലപ്പോൾ മിക്കവാറും അതും ചെയ്യുന്നതായിരിക്കും. അത് അലകെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിരിക്കും കേട്ടോ, മന്ത്ലി ഗിവ് അവേ അല്ലാതെ. അതിനെ അടുത്ത് നമ്മളുണ്ട് DIY ആയിട്ടുണ്ടാക്കുന്ന നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ടൊരു പൗച്ചാണ്. ഇങ്ങനത്തെ നിങ്ങൾ പേപ്പറിൻ്റെ ഒരു തുണി കൊണ്ടുള്ള ഈ മെഡിസിനൊക്കെ മേടിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം തുണിയൊക്കെ മേടിക്കുമ്പം ഇങ്ങനത്തെ കവറുകൾ കിട്ടത്തില്ല, തുണി കൊണ്ട് ഉണ്ടാക്കിയ കവറുകൾ. അപ്പോൾ അതിൻ്റെ നമ്മൾ ആ പിടിക്കുന്ന ആവശ്യം കണ്ടിച്ചതിന് ശേഷം നമ്മളൊരു പൗച്ച് ഉണ്ടാക്കാൻ പറ്റും. ഈ പൗച്ച് വളരെ പഴുത് കീറി മറിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുകൊണ്ട് അതിനെ ആ കീറിയ വശം വെച്ച് ഞാൻ കണ്ടിച്ച് ഇതിനെ അകത്ത് വെച്ചില്ല, ഒരു പ്ലാസ്റ്റിക് ഒരു സപ്പോർട്ടിന് വേണ്ടി. നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കവർ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ 2 പേപ്പർ വെച്ചാലോ എന്തെങ്കിലും വെച്ചാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളതുകൊണ്ട് പ്ലാസ്റ്റിക് ആകുമ്പോൾ ഒരു വാട്ടർ പ്രൂഫ് ആകുകയും ചെയ്യുമല്ലോ, അകത്തിരിക്കുകയും ചെയ്യുമല്ലോ സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ വെച്ച് ആ മെഷർമെൻറ്റ് ഞാൻ അതിനെ കണ്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ചുണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പിന്നെ ഇത് വേണമെങ്കിൽ എനിക്ക് ഇതിനെല്ലാത്തിനും പകരം OHP ഷീറ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ വിചാരിച്ചു നമ്മുടെ കയ്യിലുള്ള സാധനം വെച്ച് നമുക്കൊരു റീയൂസ് ചെയ്യാമെന്ന് വെച്ചുകൊണ്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ആ പഴയ നമ്മുടെ പൗച്ചിനെ നമുക്ക് പുതിയവനാക്കി എടുക്കാൻ പറ്റുവാണ്. ഇതിന് മുകളിൽ പേപ്പർ മാത്രം ഒട്ടിച്ചാലും മതി. ഇപ്പം ഞാൻ വിചാരിച്ചൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു ഇങ്ങനത്തെ കവറുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നല്ലേ, പല കളറിൽ കിട്ടും, വെള്ളയും മഞ്ഞയൊക്കെ. വെള്ളം വെച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിനെ നമ്മൾ ആ പ്ലാസ്റ്റിക് കവറുമായിട്ട് ഇതിനെ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് 3 സൈഡ് നമ്മൾ ഒട്ടിച്ച് ആ പ്ലാസ്റ്റിക് കവറും നമ്മുടെ ഈ തുണിയുടെ ക്ലോത്ത് കൊണ്ടുള്ള കവറും കൂടെ ഒട്ടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിക്കുമ്പോഴത്തേനേ ഉള്ളൂ നമുക്ക്, പിന്നെ നടുവശം ഒട്ടിക്കല്ലോ കേട്ടോ, നമുക്കറിയാലോ ഒട്ടിക്കുന്നൊക്കെ. ഞാൻ 2 സൈഡ് ഒട്ടിക്കുന്നുള്ളൂ, നടുക്ക് നമുക്ക് സാധനം ഇടുന്ന ഭാഗം അത് തുറന്നായിരിക്കുന്നത് കേട്ടോ. അപ്പം ഒട്ടിച്ച് ഇങ്ങനത്തെയൊക്കെ പഴയ പൗച്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതിനൊരു മോഡേൺ ഉണ്ടാക്കിയാൽ മതി, ഇച്ചിരി പേപ്പറൊക്കെ ഒട്ടിച്ച് കൊടുത്തത്. അപ്പോൾ നമ്മുടെ അകത്തെ കാനം കാണുന്നില്ല. ഇനി ഇതൊരു വൈറ്റ് ആയതുകൊണ്ട് ഇതിന് പ്ലെയിനെ നമുക്ക് ഇച്ചിരി മോഡേൺ ആക്കി മാറ്റണം. അപ്പം സൈഡ് വശമൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്, ഒരു പൗച്ചിൻ്റെ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ ഇഷ്ടംപോലെ, നമുക്കിപ്പം പ്ലാസ്റ്റിക് കവർ നിരോധിച്ച് സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലത്തെ ഇങ്ങനത്തെ പേപ്പർ കവറും പിന്നെ എന്താ പറയേണ്ടത്, തുണിയുടെ കവറൊക്കെയാണ്. ഇനി അതിൻ്റെ തന്നെ സിബ്ബാണ് ഉപയോഗിക്കുന്ന. കളർ കണ്ട് പേടിക്കേണ്ട, ഒത്തിരി വർഷങ്ങളായിട്ട് ഇത് ഞാൻ നനച്ചിട്ടൊന്നും മാറുന്നില്ല, അതുകൊണ്ടാണ് ഇതുകൊണ്ട് ഈ ഷേപ്പ് തന്നെ യൂസ് ചെയ്യാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ സിബ് ഉണ്ടെങ്കിൽ സിബ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സിബ് ലോക്കിൻ്റെ ടൈപ്പാണെങ്കിൽ സിബ് ലോക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒട്ടിക്കുന്ന കവർ രീതിയിലുണ്ടെങ്കിൽ നമ്മൾ ഈ വെൽക്രോ ടൈപ്പൊക്കെ ഉണ്ട്, അത് യൂസ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ പഴയ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ സിബ്, അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുകൂടാതെ സിബ് വെച്ച് വേറെ പൗച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റുമേ, അത് നമുക്ക് ഇനിയൊരു സമയത്ത് ചെയ്യാം. അപ്പോൾ ഇപ്പം ഞാൻ ധൃതിയില്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇത് കുറച്ച് മണിക്കൂർ ചെയ്തായിട്ട്, അതുകൊണ്ടാണ് എനിക്ക് ഒന്നാമത് വെളിയിൽ പോകാൻ ലേറ്റായതും കേട്ടോ. നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ അറിയാമായിരുന്നു ലൈവ്, പക്ഷെ പറ്റിയില്ലാത്തതുകൊണ്ട് കേട്ടോ. കൊച്ചിന് പനിയായതുകൊണ്ട് മരുന്ന് മേടിക്കാൻ ചേച്ചിക്ക് വെളിയിൽ വരുമ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളതിനെ
മോഡേൺ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടാക്കി വെക്കണം. കാരണം കുറേ ഡിസൈൻസൊക്കെ വരച്ച് വെക്കണം. അപ്പോൾ അത് ഞാൻ ഒന്നിൽ നിങ്ങൾ എന്തെങ്കിലും മാർക്കർ വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കളർഫുള്ളായിട്ട് നമ്മുടെ ഇഷ്ടം പോലെ ഇതുണ്ടല്ലോ, എന്താ പറയുക, അതിൻ്റെ കളേഴ്സുണ്ട്, അക്രിലിക് കളേഴ്സ്, അല്ലെങ്കിൽ അത് വാട്ടർ പ്രൂഫ് ടൈപ്പ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുക. പിന്നെ ഇതിന് മുകളിൽ വരയ്ക്കുമ്പം ഈ തുണി കൊണ്ടായതുകൊണ്ട് ഇച്ചിരി സൂക്ഷിച്ച് വരയ്ക്കുക, ഇത് പടരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം വരയ്ക്കുക. വരച്ച ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് ഡിസൈനൊക്കെ വരച്ച് കുട്ടപ്പനാക്കി എടുക്കുകയാണ് ചെയ്തത്. ഞാൻ ചുമ്മാ ഹാർട്ട് മാത്രമേ വരയ്ക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ലോണം വരയ്ക്കാൻ അറിയുന്നൊക്കെ എന്ത് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഇല്ലെങ്കിൽ സ്റ്റിക്കർ മാത്രം ഒട്ടിച്ചാലും മതി. ഇതിന് പകരം സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാം കേട്ടോ. അപ്പം ഞാൻ സമയം ഉണ്ടായതുകൊണ്ടങ്ങ് ഒരു വെറൈറ്റി ആയിട്ടെന്ന് വെച്ചിട്ട് കുറച്ച് ഹാർട്ട് മാത്രം വരച്ചില്ലെങ്കിൽ പൂക്കൾ ഒട്ടിക്കാൻ നോക്കുക. പൂക്കളോ എപ്പോഴും പൂക്കളല്ല വരയ്ക്കുന്നത്, അപ്പോൾ ഒരു ഹാർട്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രം പിങ്ക് മാത്രം ഒട്ടിച്ചപ്പോൾ ഞാൻ വെച്ചൊരു മഞ്ഞയും കൂടെ കളർ അടിക്കാം. അപ്പോൾ മഞ്ഞ കളർ അടിച്ചു. പിന്നെ ഇതിനെ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മിടുക്കനായി കുട്ടപ്പനായി മാറ്റുക. അപ്പം നമ്മുടെ പഴയ പൗച്ചാന്ന് പോലും തോന്നത്തില്ല, നമ്മുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇനി അടുത്ത ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇനി അടുത്തായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് അറിയാമോ? ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടൈം ടേബിൾ ഹോൾഡറാണ്. ടൈം ടേബിൾ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ടൈം ടേബിൾ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കും. പക്ഷേ നമ്മൾ മാറുന്ന ടൈം ടേബിൾ അനുസരിച്ച് നമ്മുടെ ടൈം ടേബിൾ ഇപ്പോഴും പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൾഡർ ടൈപ്പ് ഒരു ഉണ്ടാക്കുക. അതിനുവേണ്ടി ഇച്ചിരി കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കുക. അതിനെ എന്തെങ്കിലും കവർ കൊണ്ട് കവർ ചെയ്യുക. ഗ്രിഡ് വേണമെങ്കിൽ ഗ്രിഡ് വരയ്ക്കുക. അതിൽ ഡിസൈനൊന്നും വരച്ചില്ല. പിന്നെ നമുക്ക് ഇത് മാറ്റി മാറ്റി വെക്കാവുന്ന രീതിയിൽ അതിനൊരു മുകളിലൊരു കവർ ഉണ്ടാക്കുന്നത് കേട്ടോ. കവർ ഇത് നടുഭാഗം കണ്ടിച്ചെടുത്താണ് പേപ്പർ കൊണ്ട്, ഇച്ചിരി കട്ടിയുള്ള പേപ്പർ കൊണ്ട്. പിന്നെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഒട്ടിക്കുകയാണ് ഒട്ടിച്ച് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എപ്പോഴെങ്കിലും ടൈം ടേബിൾ മാറും പുതിയ പുതിയ ടൈം ടേബിൾ ജസ്റ്റ് പേപ്പർ മാത്രം മാറ്റിയാൽ മതി. ഇതിൻ്റെ ഈ ബാക്കിലെ കവർ മാറ്റണ്ട. ഇത് നമുക്ക് തൂക്കിയിടുകയോ ഒട്ടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കണ്ടോ. അപ്പം നമ്മൾ ഇച്ചിരി കൂടെ ക്യൂട്ടാക്കിയിട്ടുണ്ട്, സിമ്പിൾ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത ക്രാഫ്റ്റാണ് ഇനിയാണ് നമ്മുടെ നെയിം സ്ലിപ്പ്. നെയിം സ്ലിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചുണ്ടാക്കാം. ഇപ്പോൾ സ്റ്റിക്കേഴ്സ് ഉള്ളതുകൊണ്ട് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വരച്ചുണ്ടാക്കാൻ സമയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഷോർട്ട്സ് എന്ന രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ 4 ടൈപ്പിലെ ഡിസൈൻ, ഒന്ന് കർവ്ഡായിട്ടും ഒന്ന് നമ്മുടെ റെക്റ്റാങ്കിൾ ടൈപ്പിലുമാണ് ഞാൻ കണ്ടിച്ചെടുത്തിരിക്കുന്നത്. നെയിംസിലൊക്കെ ഇച്ചിരി കട്ടിയൊക്കെ പേപ്പറിനകത്ത് ഉണ്ടാക്കിയെന്നല്ല. പിന്നെ നമ്മൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ ചുമ്മാ അങ്ങ് വരച്ച് കളറൊക്കെ അടിച്ച് വെക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലായിക്കോട്ടെ. എന്തെങ്കിലും വളവോ തരച്ചോ, വളവില്ലാതെ വരയ്ക്കാം, പ്ലെയിൻ കളറോ അടിക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം. നെയിം സ്ലിപ്പൊക്കെ നമ്മളൊക്കെ പണ്ടൊക്കെ സമയത്ത് നെയിം സ്ലിപ്പ് മേടിക്കുമ്പോൾ ഞാനൊക്കെ നിങ്ങൾ ബാലരമയൊക്കെ പണ്ട് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് ബാലരമ അങ്ങനെ മേടിക്കും. ബാലരമയോട് വലിയ ബിഗ് ഫാനാണ് ഞാൻ കേട്ടോ. ബാലരമ വരയ്ക്കാതെ ഈ വെക്കേഷനും കിട്ടിയപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ബാലരമ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറൽ വലിയൊരു പരിപാടിയാണ്. കാരണം പണ്ടങ്ങ് എൻ്റർടൈൻമെൻറ്റ് ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ, ഇതൊക്കെ എല്ലായിരുന്നു പരിപാടി. അപ്പോൾ അന്നേരം എല്ലാവരും കൂട്ടുകാർ വീട്ടിൽ നിന്നുള്ള പണ്ടത്തെ ബാലരമ തപ്പിപ്പറക്കി മറ്റുള്ളവർക്ക് കൊടുക്കുക, നമ്മൾ വായിച്ച് അങ്ങപ്പുറത്ത് കൊടുക്കുക, അങ്ങനെ എക്സ്ചേഞ്ചിങ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ പുതിയ ബാലരമ മേടിക്കുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന നെയിം സ്ലിപ്പ് ഓർമ്മയുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നല്ലേ. അപ്പോൾ ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ വരച്ചുണ്ടാക്കുകയൊക്കെ ചെയ്യേണ്ട നമ്മുടെ നെയിം സ്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്രാഫ്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇത് മറക്കാതെ കാണണം, ഫുൾ കാണണം, സ്കിപ്പാക്കല്ല്. ചേച്ചി വളരെ കഷ്ടപ്പെട്ട് സമയമൊക്കെ എടുത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഗിവേയുടെ കാര്യവും മറക്കണ്ട. ഇനി അടുത്ത ക്രാഫ്റ്റ് ഞാൻ അടുത്ത പെട്ടെന്ന് തന്നെ ലോങ് വീഡിയോ ആയിട്ട് നാളെയും ചിലപ്പം വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഫുള്ള് കാണണം കേട്ടോ, സ്കിപ്പ് ചെയ്യല്ലോ ചേച്ചി, പിന്നെ പിണങ്ങും കേട്ടോ. അപ്പം വേട്ടായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. അപ്പം ബൈ ബൈ, ടേക്ക് കെയർ.